നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് മറ്റൊരു നീക്കം കൂടി നടത്തിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഐവറി കോസ്റ്റിൻ്റെ സൂപ്പർ താരം യാൻ ഡയമണ്ടയെ ടീമിലെത്തിക്കാൻ 100 മില്യൺ യൂറോയുടെ ബിഡാണ് സമർപ്പിച്ചിരിക്കുന്നത് റയൽ മാഡ്രിഡ്. യഥാർത്ഥത്തിൽ ഡയമണ്ടയ്ക്ക് പിറകെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. അതിലേറ്റവും അടുത്ത് വന്നത് PSG ആണ്. PSG കാര്യമായി ശ്രമിക്കുന്നുണ്ട്. പാരീസ് സെന്റ് ജർമ്മൻ അവരെ യാൻ ഡയമണ്ടയെ ടീമിലെത്തിക്കാൻ. ഇതിനിടയിലാണ് ഒരു സർപ്രൈസ് എൻട്രി പോലെ റയൽ മാഡ്രിഡ് കടന്നു വന്നിരിക്കുന്നത്. അതും വമ്പൻ ഓഫറാണ്. 100 മില്യൺ യൂറോ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബിഡാണ് വെച്ചിരിക്കുന്നത് റയൽ മാഡ്രിഡ്. വല്ലാത്തൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഡയമണ്ടയ്ക്ക് വേണ്ടിയുള്ള പിടിവലി വളരെയധികം കൂടിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഇങ്ങനെ ഒരു ഓഫർ വെച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വലിയ കളിക്കാരെ കൊണ്ടുവരാനുള്ള നിരന്തര ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അവർ നേരത്തെ തന്നെ പലരെയും, ഇപ്പോൾ റോഡ്രിയെ പോലുള്ള സ്പെയിനിൻ്റെ ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ റോഡ്രിയെ ഏതാണ്ട് കൊണ്ടുവരുമെന്ന മട്ടിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ഇബ്രാഹിം കൊണാട്ടയെയും ഡെൻസൽ ഡംഫ്രീസിനെയും നേരത്തെ തന്നെ ടീമിൽ എത്തിച്ചിരുന്നു. അപ്പോൾ ആ ഒരു വമ്പൻ താരവേട്ട തുടരുകയാണ് റയൽ മാഡ്രിഡ്. ഇപ്പോൾ റയൽ മാഡ്രിഡ് വീണ്ടും യാൻ ഡയമണ്ടയ്ക്ക് പിറകെയാണ് കൂടിയിരിക്കുന്നത്. 100 മില്യൺ യൂറോയാണ്. 100 മില്യൺ യൂറോ. PSG ഏതാണ്ട് ഡയമണ്ടയെ ഒപ്പിട്ടു എന്ന് കരുതിയതാണ്. ആ വക്കിൽ നിൽക്കുമ്പോഴാണ് റയൽ മാഡ്രിഡിൻ്റെ രംഗപ്രവേശം. എന്തായാലും യാൻ ഡയമണ്ടയുടെ 19 വയസ്സുകാരനായ വിങ്ങറാണ്. RC ലൈപ്സിഗിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ഡയമണ്ട ഒരു വിങ്ങറാണ്. ഐവറി കോസ്റ്റിൻ്റെ സൂപ്പർ താരമാണ്. ഐവറി കോസ്റ്റിന് വേണ്ടി 14 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് 19 വയസ്സുകാരനായ ഡയമണ്ട ഇപ്പോൾ തന്നെ കളിച്ചിട്ടുള്ളത്. അത്രമാത്രം ലോക ഫുട്ബോൾ ശ്രദ്ധിക്കുന്ന ഡയമണ്ടയ്ക്ക് വേണ്ടി പിടിവലി മുറുകിയിരിക്കുകയാണ്. അത് റയൽ മാഡ്രിഡ് ശക്തമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. 100 മില്യൺ യൂറോ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇനി എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. ഡയമണ്ട് ആർക്ക് വേണ്ടി കളിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ വേണം.